സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില അനുഭവപ്പെടാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സാധാരണ നിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് സൂര്യാതപം ഏറ്റിരുന്ന സാഹചര്യത്തിൽ ഇനിയും ആ ജാഗ്രത തുടരണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗാണ് തുടരുന്നത്. സാരംഗ്, കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ചൂടിന് ഒരു കുറവും അനുഭവപ്പെടുന്നില്ല എന്നത്. പ്രത്യേകിച്ച് പുനലൂരിൽ വലിയ ചൂട്, പാലക്കാട് വലിയ ചൂട്, അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലർക്കും സൂര്യാതപം ഏൽക്കുന്നു, പലർക്കും ചൂട് മൂലമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. അങ്ങനെ അതിനൊരു മാറ്റവുമില്ലാതെ തന്നെ തുടരുകയാണല്ലേ? അഭിലാഷ്, തീർച്ചയായും. കാരണം വലിയ രീതിയിലുള്ള ചൂട് ഇനിയും തുടരും തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതും. 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പാലക്കാട് ജില്ലയിൽ. മറ്റ് ജില്ലകളിലും കുറവില്ല. സാധാരണ പാലക്കാട് ജില്ലയുടെ ചൂട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുകയും ഒപ്പം പാലക്കാട് ഗ്യാപ്പടക്കം നിലനിൽക്കുന്നതുകൊണ്ട് പാലക്കാട് സാധാരണ എല്ലാ വേനൽക്കാലത്തും വലിയ ചൂട് അനുഭവപ്പെടാറുള്ളതാണ്. പക്ഷേ ഇത്തവണ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ചൂട് 40 ഡിഗ്രിക്ക് അടുത്ത് വരെ വരുന്ന ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഒരു വേനൽക്കാല ഉഷ്ണതരംഗ സാധ്യത അടക്കം വിലയിരുത്തിക്കൊണ്ടൊരു യോഗം ചേർന്നിരുന്നു. അതിലടക്കം പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അതായത് കനത്ത ജാഗ്രത പൊതുജനം പാലിക്കണം. കാരണം സൂര്യാതപം ഒപ്പം തന്നെ അത് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. ഒപ്പം പല നിർദ്ദേശങ്ങളും ഇത്തരത്തിലുള്ള, അതായത് തണ്ണീർ പന്തലുകളും ഒപ്പം കൂൾ റൂഫിംഗ് അടക്കം സ്കൂളുകൾക്കടക്കം ഒരുക്കാനും പിന്നെ ഈ ട്രാഫിക് സിഗ്നലുകളുടെ ദൈർഘ്യം കുറക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം വലിയ ചൂടാണ്. കാരണം ഈ ഒരു 11 മണി മുതൽ 3 മണി വരെ സൂര്യൻ, അതായത് വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാരടക്കം ഈ ഒരു വെക്കേഷൻ കാലമാണെങ്കിൽ പോലും ജോലിയും മറ്റുമായി പുറത്തേക്ക് ഇറങ്ങുന്നവർ നിരവധിയാണ്. അവർക്ക് ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടില്ലാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ വന്നിരിക്കുന്നത്. ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി പാലിച്ചില്ല എങ്കിൽ, അതായത് പാലിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിന് കാരണമാവുകയും ചെയ്യും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇടവിട്ട് ചില ദിവസങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വേനൽ മഴ ഇത്തവണയും കുറവാണ്. ഒപ്പം മെയ് ആദ്യവാരം വരെയും ഈ ചൂട് നിലനിൽക്കും. പിന്നീടായിരിക്കും വേനൽ മഴ കുറച്ചെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ എൽനിനോ പ്രതിഭാസം കൂടി വരുമ്പോൾ മൺസൂൺ മഴയും ഇത്തവണ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചൂട് ജൂൺ മാസത്തിലേക്ക് അടക്കം നീണ്ടു നിൽക്കാനും ഒരു സാധ്യത ഇപ്പോൾ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. പക്ഷേ വേനൽ മഴയ്ക്കുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നുണ്ട്. അഭിലാഷ്, യെസ്, എൽനിനോ പ്രതിഭാസം കൂടി വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ചൂട് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തുടരുക തന്നെ ചെയ്യും. എന്നാൽ ഒറ്റപ്പെട്ട മഴ ചിലയിടങ്ങളിലൊക്കെ ലഭിച്ചത് നേരിയ തോതിൽ ആശ്വാസമാകുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസത്തെയും ശരാശരി ചൂട് കണക്കിലെടുക്കുമ്പോൾ ഈ മഴ കൊണ്ടൊന്നും അത് ശമിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമായും പറയേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സാരംഗ് നൽകിയത്. അതേസമയം തന്നെ ഇതിനിടെ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിൽ വേദനാജനകമാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ കണ്ണൂരിൽ പാമ്പ് കടിയേറ്റ് ഒരാൾ മരണപ്പെട്ടു. തളിപ്പറമ്പ് മുതുകുട സ്വദേശി നബീസയാണ് മരിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു നബീസയ്ക്ക് പാമ്പ് കടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒരാഴ്ചക്കിടെ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന 4ാമത്തെ ആളാണ് നബീസ്. അതേസമയം കൊല്ലത്ത് ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. രാമൻകുളങ്ങര സ്വദേശി സുദേവനാണ് രാവിലെ പാമ്പ് കടിയേറ്റത്. എറണാകുളം ചെറായിയിലെ റിസോർട്ടിൽ താമസിക്കാൻ എത്തിയ യുവതിക്കും പാമ്പിന്റെ കടിയേറ്റു. കോയമ്പത്തൂർ സ്വദേശിനി ഷാർമിളയെ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.